നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൽ എല്ലാവരും ഒരു മന്ത്രം പോലെ മനസ്സിലത് ഒതുക്കി വച്ചിട്ടുള്ള രണ്ട് പേരുകളുണ്ട്. ഒന്ന് നരേന്ദ്രമോദി, പിന്നൊന്ന് അമിത്ഷാ. ഞാൻ ഇന്നലെ നടന്നു വരുമ്പോൾ, ദിവസം വൈകുന്നേരം നടക്കാൻ പോകും 6 കിലോമീറ്റർ, കൃത്യം 6 കിലോമീറ്റർ. ഈ നടന്നു വരുന്ന സമയത്ത് അവിടെ കണ്ട ആളുകൾ, അത്രയും കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ആരെയും എനിക്കറിയില്ല, അവരാരും എന്നെയും അറിയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കൂട്ടത്തിൽ 1, 2, 3, 4, 5, 8 ആളുകൾ സ്വാമി നടക്കാൻ പോയിട്ട് വരികയാണല്ലേ പറയും. അതിലും പലരും എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, നരേന്ദ്രമോദി, അവിടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് നരേന്ദ്രമോദി അറിയാം. അങ്ങനെ കാണുന്നൊരു വീടുണ്ടല്ലോ, അവിടെയുള്ള ആളുകൾക്ക് നരേന്ദ്രമോദി അറിയാം. പനയുടെ മേലെ കയറിയ ഒരാൾ പന നുങ്ക് വെട്ടാനിരിക്കുന്നുണ്ട്, അയാൾക്ക് നരേന്ദ്രമോദി അറിയാം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പാഞ്ഞു പോയി, അയാൾക്ക് നരേന്ദ്രമോദി അറിയാം. അത് വലിയൊരു ഗ്രേസാണ്. വാസ്തവത്തിൽ ഓടിച്ചാടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ഈ രണ്ട് പ്രവൃത്തികൾ, അമിത്ഷാ അതുപോലെ നരേന്ദ്രമോദി, ഇവർ രാഷ്ട്രീയ ചൂട്, അധികാരത്തിലുള്ള ഭ്രമം, അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള കൂട്ടുകെട്ടല്ല. നമ്മളിവിടെ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയില്ലേ, ഞങ്ങൾ ഒറ്റക്കെട്ട. അവർക്ക് തന്നെ സംശയമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. പക്ഷേ ഈ രണ്ട് പേര് അവരുടെ സുദൃഢമായിട്ടുള്ള ബന്ധം, ഇപ്പോഴത്തെ ബന്ധം ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയതല്ല, എന്നേ സുദൃഢമാണത്. ഇവരുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെ 30-40 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ ഒരേപോലെ ചിന്തിച്ചിരുന്നവരാണ്. ഈ ഭാരതത്തിൻ്റെ മുന്നേറ്റം എപ്രകാരം വേണം, എപ്രകാരമാകാൻ പാടില്ല എന്ന ചിന്തകൾ VD സവർക്കറുടെ ചിന്തകളുമായിട്ട് സമരസപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ഇവരുടെ നിലപാടുകൾ തീർത്തത്. ആ നിലപാടുകൾ ഊന്നിയിട്ടുള്ള തീരുമാനങ്ങളാണ് അന്ന് ഇവരെടുത്ത് വെച്ചിരുന്നത്, ഇവരുടെ മനസ്സിലെടുത്ത് വെച്ചിരുന്നത്. സമയം വന്നപ്പോഴപ്പോൾ അത് നടപ്പാക്കുകയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS, അതിൻ്റെ കഠിനമായിട്ടുള്ള അച്ചടക്കം, അവർ പകർന്നു കൊടുക്കുന്ന ദേശസ്നേഹം, അതിലാണ് ഈ രണ്ട് പുണ്യാത്മാക്കൾ വാർത്തെടുക്കപ്പെട്ടത്. ഈ കൂട്ടുകെട്ടിന് മുമ്പിൽ രാജ്യത്തിനകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊമ്പും കുലിക്ക് വരുന്നുണ്ട് വീഴ്ത്താൻ. രാജ്യത്തിന് പുറത്തുള്ള ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരും വീണ് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വലിയ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞവരാണ് ഈ രണ്ട് പേര്. തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ ഇവരുടെ മേലെ ഇനി ഒരു തന്ത്രജ്ഞനുമില്ല. നമ്മൾ പറയില്ലേ, തന്ത്രജ്ഞന്മാരിൽ തന്ത്രജ്ഞൻ, ഇവരൊക്കെ തന്നെ, അതൊക്കെ ഇവർ തന്നെ, വേറെ ആരുമല്ല. മറ്റൊരു കാര്യം കൂടി, ഭാരതത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതി എന്ന് പറയുമ്പോൾ കുറേ റോഡുകൾ ഉണ്ടാക്കുക, കുറേ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, കുറേ എയർപോർട്ടുകൾ ഉണ്ടാക്കുക, ധനപരമായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള അഭ്യുന്നതി, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലും മേലെ ഭാരതത്തെ മേലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനെ ഭാരതമാക്കി മാറ്റണം. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാസീരതി ഇതി ഭാരത. ആരാണോ വെളിച്ചത്തിൽ രമിക്കുന്നത് അവരാണ് ഭാരതീയന്മാർ. അവർ കെട്ടിപ്പടുത്ത അവരുടെ ഉള്ളകമാണ് ഭാരതം. പറയില്ലേ, ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഭാരതം പുറത്ത് കാണുന്ന ഇതല്ല, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള കാര്യമല്ല ഭാരതം. ബാസീരതി, ആരാണോ വെളിച്ചത്തിൽ രമിക്കുന്നത് അവനാണ്, അവൻ്റെ ശരീര മനോബുദ്ധി ഉപാധിയാണ് ഭാരതം. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിറഞ്ഞ് കവിയണം. അങ്ങനെയാകുമ്പോഴാണ്
ഭാരതത്തെ ലോകത്തിന് നെറുകയിലെത്തിക്കാൻ കഴിയുക. അലക്സാണ്ടർ അവിടെ നിന്ന് വരുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ പറഞ്ഞു, അലക്സാണ്ടർ പറഞ്ഞു, ഗുരു ഞാൻ അവിടെ നിന്ന് എന്താ കൊണ്ടുവരേണ്ടതെന്ന്. എനിക്കായിട്ടൊന്നും കൊണ്ടുവരണ്ട, പക്ഷെ നീ അവിടെ പോകുന്ന സമയത്ത് ഒരു കാര്യം നീ ഒന്ന് കാണണം, നിൻ്റെ ബുദ്ധിക്ക് വെളിവുണ്ടാവട്ടെ. ലോകത്തിൽ 2 കൂട്ടം ആൾക്കാരാണുള്ളത്. കൂട്ടത്തിൽ 3ാമതൊരു കൂട്ടം ആൾക്കാരെ ഉൾപ്പെടുത്താം. ഇല്ലാത്തവർ നരക്ക പരക്കെയുണ്ട്, തെരുവിൽ കഴിയുന്നവർ. ഉള്ളവർ നിന്നെപ്പോലെ രാജാക്കന്മാർ വേണ്ടത്രയുണ്ട്. പക്ഷെ 3ാമത്തെ കാറ്റഗറി ഉണ്ട്, ഉണ്ടായിട്ടും വേണ്ടാത്തവർ. ഹിമാലയൻ താഴ്വരകളിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നീ അവരെ പോയിട്ടൊന്ന് കാണണം. അത് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഭാരതത്തിൻ്റെ മഹിമ. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങോ വേൾഡ് ട്രേഡ് സെൻറ്ററോ അല്ലെങ്കിൽ ബുർജ് ഖലീഫയോ അതല്ല ഭാരതത്തിൻ്റെ ഗംഭീരത്വം. അവരുടെ ഗംഭീരത്വം എന്താണ്? അവരുടെ പ്രമാണങ്ങളും ആ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടം ഭരണാധികാരികളും. ശ്രീകൃഷ്ണൻ തൻ്റെ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്, അജിതേന്ദ്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാർ വന്നപ്പോഴാണ് പ്രമാണങ്ങൾക്ക് അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് കുറച്ചൊരു വീഴ്ച സംഭവിച്ചത് എന്ന്. അത് പിന്നീട് അത് കൂടി വന്നു. അതിൽ നിന്ന് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് ഭാരതത്തെ മേലോട്ട് കയറ്റൽ. അതാണിപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വന്ന സമയത്ത് ഭാരത ഭൂമിക്കകത്ത് വേറൊരു ഭൂമി, അവിടെ നമ്മൾ സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അത് വല്ലവരുടേതാണെന്ന് അവർ പറയുന്നു, നമ്മുടേതാണെന്ന് നമ്മൾ പറയുന്നു. ആകെ മൊത്തം സംശയം. ഇപ്പോൾ സംശയമൊക്കെ തീർന്നു. ആർട്ടിക്കിൾ 377 ടിം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതും നടന്നു. ഇതെല്ലാം ഭാരതീയരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നങ്ങളായിരുന്നു. അതാണ് യാഥാർത്ഥ്യമാക്കിയത്. ഈ കാര്യങ്ങളൊക്കെ ഈ 2 പേരുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ അളവറ്റ ജനസമ്മതി അതുമാത്രം പോരാ. അമിത്ഷായുടെ കൃത്യതയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ. ആരും ഒരിക്കൽ എന്നോട് പറഞ്ഞു, പലരും പറയുന്നുണ്ട് നരേന്ദ്രമോദി വലിയ കുഴപ്പമില്ല, നരേന്ദ്രമോദി വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ അമിത്ഷയെയാണ് വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്തത് എന്ന്. സത്യമാണത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അതിനോട് കിടപിടിക്കാൻ ഇപ്പോൾ തൽക്കാലം വേറെ ആരുമില്ല. ഏതായാലും ഈ ജനസമ്മതിയും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ BJP, സംഘപരിവാറിൻ്റെ അടിത്തറയുള്ള BJP എന്ന രാഷ്ട്രീയ പാർട്ടി ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തൊരു മഹാശക്തിയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിലുള്ള ശത കോടീശ്വരന്മാർ, അതുപോലെ ഇടന്തന്മാർ, അവരെ കൂട്ടുകെട്ടുകളൊക്കെയും ഇന്ത്യയിലെ ഭരണമാറ്റത്തിനായിട്ട് ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എയറിലായി പോകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണങ്ങൾ അതിൻ്റെ ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഹിന്ദു ആൺകുട്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഉടനെ തന്നെ പറയും നിൻ്റെ അമ്മ, നിൻ്റെ അച്ഛൻ, നിൻ്റെ തന്ത. എന്താണ് എഴുതിയെന്നറിയില്ല. അതൊരു ഹിന്ദുവിൻ്റെ വ്ളോഗാണെങ്കിൽ ഉടനെ തന്നെ പച്ചത്തെറി. അത് കണ്ടിട്ട് ഇവിടെ അതിൽ കൂടിയാണ് വിലയിരുത്തുന്നത്. വാസ്തവത്തിൽ താൽക്കാലികമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇത്തരം പ്രചാരണങ്ങളെ ആഘോഷമാക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും. കണ്ടോ, ഞാൻ സ്വാമി ഒരു വീഡിയോ ഇട്ടപ്പോൾ കാണാൻ ആളില്ല. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ കഴിഞ്ഞാലും ഉണ്ടാവും ആയിരക്കണക്കിന് ആൾക്കാർ. പക്ഷേ ഇപ്പോൾ അതിനെ പിടിച്ചു നിർത്തിയിരിക്കുക. ഇവരാരെയാണ് പേടിക്കുന്നത്? വാസ്തവത്തിൽ ചുവന്ന തുണിയെ പേടിയാണ്, കാവ്യവസ്ത്രത്തെ പേടിയാണ്, B എന്ന അക്ഷരത്തെ പേടിയാണ്, J എന്ന അക്ഷരത്തെ പേടിയാണ്, P എന്ന അക്ഷരത്തെ പേടിയാണ്. RSS എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല. പേടിയോട് പേടി ആയതുകൊണ്ട് തന്നെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇന്ത്യയിലും പിന്നെ വിദേശങ്ങളിലും ഗൾഫ് കൺട്രികളിലും ഈ മൊബൈലും പിടിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദ്രസാ പഠനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അവർ പഠിച്ചതെന്താ? പച്ചത്തെറി. ചെയ്യുന്നതെന്താ? പച്ചത്തെറി ഗുണ്ടായിസം. അതിലൂടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ബഹുമാന്യരുടെ ആൾ പോകുന്ന സമയത്ത് അയാൾ നോക്കിയിട്ട് ഒരാട്ട്, 2 തെറി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ മനസ്സിലെന്താ? അങ്ങയുടെ മകളെ കാണണം, മകളുടെ മകളെ കാണണം, ആ കൊച്ചുകുട്ടിയെ കാണണം, അവളുടെ പിറന്നാളാണ്. ഇവരെ ഇവിടെ നിന്ന് തെറി പറയും. അത് അവനെ തന്നെ കേൾക്കും. എന്നിട്ട് അവൻ പറയും ഞാൻ 2 നല്ല തെറി വെച്ച് കൊടുത്തു.
അവിടെ അയാളുടെ തല കുരിഞ്ഞു. അയാൾക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ല എന്ന്. ഇപ്പോൾ പച്ചത്രി ഗുണ്ടായുസുമായിട്ട് നടക്കുകയാണ് മദ്രസ പൊട്ടന്മാർ. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ വേണം, അതുപോലെ തന്നെ തുടരട്ടെ, ഇത്രയേ പറയാനുള്ളൂ. ഏതായാലും നരേന്ദ്രമോദി അമിത്ഷാ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം, അതിൻ്റെ മുമ്പിൽ എല്ലാ ഉപജാപങ്ങളും തകർന്നടിയുകയാണ്. ഇവരുടെ ഈ പ്രചാരണങ്ങളെ അതിനെ വലിയ ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾ ഒരു കാര്യം അറിയുന്നില്ല, അവരാർക്കെതിരെയാണ്, എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഒരു നരേന്ദ്രമോദി അല്ലെങ്കിൽ ഒരു അമിത്ഷാ, അതല്ല സ്വയം സേവാ സംഘം. നാളെ അമിത്ഷാ മരിച്ചു പോയാലും മോഡി മരിച്ചു പോയാലും മോഹൻ ഭാഗവത് നാളെ കാലത്ത് 10 മണി എന്ന് പറഞ്ഞ സമയത്ത് 3 പേരും മരിച്ചു പോയാലും ഇവിടെ ഈ സംഘപരിവാർ, ആ സംഘപരിവാർ വബൂസിൽ നിന്ന് ഒരു രോമം പോയ വില പോലും അവർക്കില്ല. വ്യക്തിപരമായിട്ടുള്ള നഷ്ടം. അപ്പോഴേക്കും അവിടെ സർസംഘചാലക് വരും, പ്രധാനമന്ത്രിയും വരും, ആഭ്യന്തരമന്ത്രിയും വരും. അതിൻ്റെ പേരിൽ പൊട്ടി തകർത്ത് പോകുന്ന ഒറ്റത്തൂൺ മണ്ഡപമല്ല വാസ്തവത്തിൽ സ്വയം സേവാ സംഘം. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. വിദേശ മാധ്യമങ്ങളും എതിരാളികളും പറ്റാവുന്നിടത്തോളം വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചു വിട്ടാലും സംഘപരിവാറിൻ്റെ ആഴത്തിലുള്ള വേരുകളെ തൊടാൻ കഴിയുന്നില്ല. അവർ വെട്ടിക്കളയുന്ന ദർ കട്ടിങ് ഫോളിയേജസ്, ബ്രാഞ്ചസ്. ഒരു മരം അതിൻ്റെ മൊത്തത്തിലാണ് നമ്മൾ സ്വയം സേവകം എന്ന് പറയുക. അതിന് പിന്നെ കൊമ്പുകളുണ്ട്, ചില്ലകളുണ്ട്, ഇലകളുണ്ട്, അങ്ങനെ വിവിധ കാര്യങ്ങളുണ്ട്. ഈ തായ്തടിയുടെ വേര് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ വേരിനെ കണ്ടെത്തുന്നിടത്തോളം കാലം, അതിനെ മുറിവേൽപ്പിക്കുന്നിടത്തോളം കാലം RSSന്, സ്വയം സേവക സംഘത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ മോഡി പോയാൽ 1000 മോഡിമാർ വരും, ഈ അമിത്ഷാ പോയാൽ 1000 അമിത്ഷാമാർ വരും, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരൊറ്റ ആഹ്വാനം മാത്രം. ഇത്തരം ആളുകൾ ഈ പറയുന്ന ആഴത്തിൽ പോയിട്ടുള്ള വേരുകൾ ഉദാഹരിച്ച് എന്തിനെയാണ്? ഇവിടുത്തെ സ്വയം സേവകരെയാണ്. ആ സ്വയം സേവകരെ നീട്ടിയൊരു PP വിളി, അത് 2 ചെറിയ PP വിളി, വിസിലടിക്കലും, അത്രയായിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഇളക്കി മറിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിക്കും മോഹൻ ഭാഗവത്ജിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും കഴിയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഒന്ന് വിളിച്ചാൽ ഡൽഹിയുടെ മണ്ണിലേക്ക്, അവിടെ സ്ഥലമില്ല, ഈഡൻ ഗാർഡനിൽ സ്ഥലമില്ല, ചെപ്പോക്കിൽ സ്ഥലമില്ല. നരേന്ദ്രമോദി വിസിലടിച്ചാൽ വരുന്നവരെ ഉൾക്കൊള്ളാൻ സ്ഥലം ഇന്ത്യയിൽ എവിടെയില്ല എന്നുള്ളതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ സംഘപ്രസ്ഥാനങ്ങളുടെ ജനസമുദ്രം ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത അത്ര വലിയ ജനസഞ്ചയം തീർക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ നീട്ടിയൊരു വിസിലടി, കുറുക്കി 2 വിസിലടി മാത്രം മതി. ഏതായാലും അതിനൊന്നും തടയാൻ ഇവിടെ ആർക്കും കഴിയില്ല. കേവലം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടല്ല ഇത്. അങ്ങനെയാണെങ്കിൽ 100 വർഷം ആയി. ഇവർക്ക് തന്നെ 65-70 വയസ്സായി. അമിത്ഷായ്ക്കും മോഡിജിക്കും അധികാരം കിട്ടിയിട്ട് എത്ര കാലമായി? 100 വർഷം മുമ്പ് ആരംഭിച്ച് ഈ സ്വയം സേവക സംഘം RSS അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ 100 വർഷം കാത്തിരിക്കൂ. അതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ അത് പൊളിഞ്ഞു പോയേനെ. ഇവിടെ കാണുന്ന രാഷ്ട്രീയ നേതാക്കൾ 10 വർഷം അധികാരം കിട്ടിയില്ല, ആ പാർട്ടി പൊളിഞ്ഞു പോകും. അതാണ് ഇവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് കേവലം അധികാരത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടല്ലാതെ മറിച്ച് മാതൃഭൂമിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം സമർപ്പിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ്മയാണ്. ഭാരതമാണ് അവരുടെ ലക്ഷ്യം. ഭാരതത്തിൻ്റെ ഔദ്ധത്യം അതാണ് ലക്ഷ്യം. അതിൻ്റെ പരിപൂർണത അതാണ് അവരുടെ ലക്ഷ്യം. അധികാരം അതിലേക്കൊരു വഴി മാത്രമാണ്. അവരെ നിയന്ത്രിക്കുന്നത്, അവരുടെ മനസ്സിനെ ഉരുക്കുന്നത്, അവരുടെ ബുദ്ധിക്ക് വഴികാട്ടിയാകുന്നത് VD സവർക്കറാണ്. അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു. ജന്മം മുഴുവൻ തടവിൽ കിടന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങളിൽ തന്നെ പലരും അദ്ദേഹത്തെ കുത്തിനോവിക്കാൻ തുടങ്ങി. ഇന്നും അത് തുടരുന്നുണ്ട്. പക്ഷേ VD സവർക്കർ എല്ലാത്തിനും മേലെയാണ്. അതുക്കും മേലെ, അതുക്കും മേലെ, അതുക്കും മേലെ. ഇന്നലെ വരെ എന്നോണം VD സവർക്കർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാരം മൂടി കിടക്കുന്ന അഗ്നിയായിരുന്നു. ഇപ്പം എല്ലാവരും ഊതിക്കത്തിച്ച് ഇപ്പോൾ ഇവിടെ മോഹൻ ഭാഗവതോ നരേന്ദ്രമോദിയോ അമിത്ഷായോ അതിന് മേലെയാണ് ഇപ്പോൾ VD സവർക്കർ. നല്ല കാര്യം, എല്ലാവരും കൂടി ചെയ്തത് നല്ല കാര്യം വാസ്തവത്തിൽ. ഏതായാലും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടല്ല ഇത്.
മാതൃഭൂമിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഔന്നത്യത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടുകെട്ട്, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച കോടിക്കണക്കിന് സ്വയം സേവകരെ കൂട്ടുകെട്ട്. ഏതൊരു പ്രതിസന്ധി വന്നാലും ഭാരതാംബയുടെ കാവലാളുകളായിട്ട് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സ്വയം സേവകർ ഉള്ളിടത്തോളം കാലം അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ കോട്ടയിൽ നിന്ന് ഒരു കല്ലിളക്കി മാറ്റാൻ ഇവിടെ ആർക്കും കഴിയില്ല. സിംഹത്തിൻ്റെ ഗർജനം പോലെ രാജ്യമെമ്പാടും മുഴങ്ങുന്ന ജനകോടികളുടെ വിശ്വാസമാണ് ഇപ്പോഴുള്ള ഈ സർക്കാരിൻ്റെ കരുത്ത്. ഭാരതത്തെ വീണ്ടും വിശ്വഗുരുവാക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ ധീരനായകന്മാരുടെ കാലത്ത് ജീവിക്കാൻ സാധിച്ചത് സത്യത്തിൽ മഹാഭാഗ്യമാണ്. അങ്ങനെ കരുതുന്നവർക്കത് മഹാഭാഗ്യം, അല്ലാത്തവരുടെ കാര്യം എന്തു പറയാൻ. ഭാരത് മാതാ കി ജയ്. ജയ് ശ്രീറാം. നമസ്കാരം.